അമേരിക്ക ഒരു രാജ്യമല്ല, അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇന്ന് നമുക്ക് ആധുനികതയുടെ മുഖം എന്ന് തോന്നുന്ന രാജ്യം, ഫ്രീഡത്തിൻ്റെ മാതൃക എന്നും പലർക്കും തോന്നുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു ദേശമല്ല, ഒരു ഭൗതിക സിമുലേഷൻ സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ കണ്ടുമറന്നതും പഠിച്ചതും കേട്ടതുമൊക്കെ ഒരേപോലെ അമേരിക്കയുടെ സ്വാതന്ത്ര്യം, അമേരിക്കൻ ഡ്രീം, ഡെമോക്രസി, ഇന്നവേഷൻ എല്ലാം ബ്രാൻഡിംഗ് മാത്രമാണ്. അതിൻ്റെ പിന്നിൽ കിടക്കുന്ന യാഥാർത്ഥ്യം ഒന്നും മധുരമല്ല. പക്ഷേ അതാണ് നമുക്കറിയേണ്ടത്. ആദ്യം തന്നെ അമേരിക്ക സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിർമ്മിച്ച രാജ്യമല്ല. അമേരിക്കയുടെ ആധാരങ്ങൾ തന്നെ രക്തവും ചതിയും അടിമത്തവുമായിരുന്നു. സത്യത്തിൽ വംശഹത്യയും അടിമത്തവും കവർച്ചയും ചേർന്ന് നിർമ്മിച്ച ഒരു അടിത്തറയിലാണ് ഈ രാജ്യം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഭൂമി തന്നെ അവരുടേതല്ല. അതെ, നാറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്നവർ, ഇന്ന് നമ്മൾ പറയുന്നവർ, അവരുടെ കയ്യിലുള്ള 100% ഭൂമിയിൽ ഇന്ന് അവർക്കുള്ളത് 2% പോലുമില്ല. 90% ജനങ്ങൾ വൈപ്പൗട്ടായിപ്പോയി. രോഗം, യുദ്ധം, ട്രീറ്റി, ധിക്കാരങ്ങൾ, ഫുഡ് കണ്ടമിനേഷൻ, ബയോളജിക്കൽ വാർഫെയർ. അല്ലെങ്കിൽ ആഫ്രിക്കൻ അടിമക്കാരെ നോക്കൂ. 5 നൂറ്റാണ്ട് നീണ്ടു നിന്ന അടിമത്തം. വയറ് നിറക്കാൻ കഴിയാതെ, തീർത്തും ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ 400 വർഷം കൊണ്ട് നിർമ്മിച്ചതാണ് അമേരിക്കൻ എക്കോണമിയുടെ ഫസ്റ്റ് ട്രില്യൺ. അതാണ് ഇന്നത്തെ ഗോൾഡ്മാൻ സാച്ചസ്, മോർഗാൻ സ്റ്റാൻലി, JP മോർഗൻ, ഫെഡറൽ റിസർവ് എന്നിവയുടെ അടിസ്ഥാനം. ഇത് കേട്ടിട്ട് ചിലർ ചോദിക്കും, ഇത് പഴയകാലമല്ലേ? അത് പഴയകാലമല്ലേ? പഴയകാലമാവാം, പക്ഷെ ആ സിമുലേഷൻ ആണ് ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സമ്പത്ത് അതൊരു യുദ്ധ സിമുലേഷനാണ്. 1971 US ഡോളറിനെ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് വിട്ടുകളഞ്ഞപ്പോൾ അത് പെട്ടെന്ന് പോയിൻ്റ് ചെയ്യാവുന്ന ഇല്യൂഷനായി മാറി. പക്ഷേ അതിൻ്റെ വാല്യൂ മിലിറ്ററി ഭീഷണിയിലാണ് നിലനിൽക്കുന്നത്. അതാണ് പെട്രോ ഡോളർ സിസ്റ്റം. ഒപെക് രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഡോളറിൽ മാത്രമേ എണ്ണ വിൽക്കാനാകൂ. അതിന് തയ്യാറാകാത്തവരെ അമേരിക്ക ഏതാണ്ട് ഇല്ലാതാക്കും. ഈ തലത്തിൽ ഡോളറിൻ്റെ പർച്ചേസിംഗ് പവർ, ഡോളർ സപ്ലൈ, ഡോളർ ലോൺസ്, ഡോളർ പാക്കഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയെല്ലാം വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഓരോ ഫിനാൻഷ്യൽ ക്രഷ് സംഭവിച്ചാൽ ബാങ്കേഴ്സ് രക്ഷപ്പെടും, പബ്ലിക്കിന് വീടുകൾ നഷ്ടപ്പെടും, ഗവൺമെൻറ് ബെയിൽ ഔട്ട് ചെയ്യും, മീഡിയ പ്രൊപ്പഗാൻഡ ചെയ്യും, പീപ്പിൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2008 ലഹ്മാൻ ക്രാഷ്. എക്സാമ്പിൾ, ഡെമോക്രസി എന്ന് അമേരിക്ക പറയുന്നു, പക്ഷെ അത് ഇല്യൂഷൻ മാത്രം. റിപ്പബ്ലിക്കൻ ആണോ ഡെമോക്രാറ്റിക് ആണോ? ശരിക്കും നോക്കിയാൽ സെയിം കോർപ്പറേറ്റ് ലോബിസ്റ്റ് തന്നെയാണ് പിന്നിലിരിക്കുന്നത്. ലോബിസ്റ്റുകൾ ആണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഓയിൽ ലോബി, ടെക് ലോബി, ഫാർമ ലോബി, ഇസ്രായേൽ ലോബി. CIA ആണ് വിദേശ നയങ്ങൾ നിർണ്ണയിക്കുന്നത്. യുദ്ധം വേണമെങ്കിൽ അവരാണ് തീരുമാനിക്കുന്നത്. മീഡിയയുടെ അവസ്ഥ, ആകെ 6 കമ്പനികൾക്കാണ് ബാക്കിയുള്ള മുഴുവൻ അമേരിക്കൻ വാർത്താ ചാനലുകളും ഓൺലൈൻ മീഡിയയും ഉടമസ്ഥത. CNN, ഫോക്സ്, MSNBC, ABC, NBC എല്ലാം സെയിം എൻജിൻ. പാർട്ടി മാറുമ്പോൾ ഫ്ലേവേഴ്സ് മാറും. ബെർണി സാൻഡേഴ്സ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം. 2016 അവരുടെ സ്വന്തം ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ അദ്ദേഹത്തെ ജനപിന്തുണയും മറികടന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ഒരു വർക്കിംഗ് ക്ലാസ് സോഷ്യലിസ്റ്റ് ഭീഷണിയായി വന്നാൽ സ്വന്തം പാർട്ടി തന്നെ പുറത്താക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം. CIA അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റാണ്. ഒറ്റ ഡീപ്പ് സ്റ്റേറ്റ് അല്ല, അതൊരു കോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പൊതുവെ മറ്റെന്തെങ്കിലും രാജ്യത്തിന് ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടാകാം, പക്ഷേ അമേരിക്ക തന്നെ ഡീപ്പ് സ്റ്റേറ്റായി ഫ്ലാഗ് ചെയ്യാനാകുന്ന രാജ്യമാണ്. CIA എന്നത് സൈക്കോളജിക്കൽ യുദ്ധം നടത്തുന്ന സ്ഥാപനമാണ്. റെജീം ചേഞ്ച് ഒക്കെയാണ് പ്രധാനപ്പെട്ട ജോലി. ഇറാനിലെ ഓയിൽ ഇറാനിലെ ജനങ്ങൾക്ക് മാത്രം എന്ന നിയമം ഉണ്ടാക്കിയതിന് ശേഷം, അതായത് ഓയിൽ കമ്പനി നാഷണലൈസ് ചെയ്തതിന് ശേഷം, ഇറാൻ 1953 മൊസ്സാദിനെ ഇല്ലാതാക്കി. ഏത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇറാനിലെ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ നിന്ന് നീക്കി മിഡിൽ ഈസ്റ്റിൽ ജനാധിപത്യം മറ്റു രാജ്യങ്ങൾ പടരാനായി ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ നീക്കം ചെയ്തു. അതായത് മിഡിൽ ഈസ്റ്റിൽ ജനാധിപത്യം മറ്റ് രാജ്യങ്ങൾ പടരാനായി വലിയ രീതിയിൽ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് അമേരിക്ക തന്നെ തകർത്തു. എന്നിട്ട് അമേരിക്കയുടെ പപ്പറ്റായ ഷായെ അവിടെ കുടിയിരുത്തി. കോപ്പർ ഇൻഡസ്ട്രി നാഷണൽ ചെയ്തത് കാരണം 1973 ചിലിയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലാൻഡയെ പുറത്താക്കി. പിന്നീട് ചിലിയുടെ തന്നെ ആർമി തലവനായ പിനോച്ചറ്റിനെ കൊണ്ടുവന്നു. ശേഷം സൈനിക ഭരണം. ലിബിയ. അടുത്തത് ലിബിയ. 2011 ഗദ്ദാഫിയെ കൊന്നു. എന്തിനാണെന്ന് നോക്കാം. ഓയിൽ കമ്പനി നാഷണലൈസ് പെട്രോ ഡോളർ നിരസിച്ചത്. യൂറോപ്യൻ യൂണിയനെ പോലെ
ആഫ്രിക്കൻ രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആഫ്രിക്ക ഉണ്ടാക്കാൻ നോക്കി. അതിലൂടെ ഒറ്റ ആഫ്രിക്കൻ കറൻസി, ഒറ്റ ആർമി, ഒറ്റ സാമ്പത്തിക സ്ട്രക്ചർ. അത് അമേരിക്കക്ക് താങ്ങാനാവുന്നതിനപ്പുറമായിരുന്നു. അല്ലാതെ ജനങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ടല്ല അത് സംഭവിച്ചത്. അതിൻ്റെ ഫലമോ പ്രദേശം മുഴുവൻ സ്ഥിരതയില്ലാത്തതായി മാറി. ബ്രിട്ടീഷുകാർ ലിബിയ 1949 വിടുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷ് പപ്പറ്റിനെ അധികാരത്തിൽ നിലനിർത്തിയാണ് സ്വാതന്ത്ര്യം കൊടുത്തത്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുത്തു, ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലായി. പിന്നീട് ഗദ്ദാഫി വന്നതിന് ശേഷമാണ് ആ വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ടായത്. അമേരിക്ക ഭരണം മാറ്റിയ പകുതിയിൽ കൂടുതൽ രാജ്യങ്ങളും ജനാധിപത്യ രാജ്യങ്ങളായിരുന്നു എന്നതാണ് വേറൊരു യാഥാർത്ഥ്യം. പലവിധം രാജ്യങ്ങളിലും അമേരിക്ക തന്നെ തെരഞ്ഞെടുപ്പ് നേരിട്ടല്ലാതെ നിയന്ത്രിക്കുന്നു. പല രാജ്യങ്ങളിലും അമേരിക്കയുടെ സഹായത്താൽ ഏകാധിപതികൾ അധികാരത്തിലെത്തുന്നു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ അമേരിക്കയുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒത്തുപോകാത്ത ഒറ്റ കാരണം കൊണ്ട് അധികാരത്തിൽ നിന്ന് നീക്കാൻ നോക്കി ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം നിർത്തിവെച്ച സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അടുത്തത് MK അൾട്ര എന്ന പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? അവരുടെ തന്നെ ജനങ്ങൾക്ക് നേരെ സൈക്കാട്രിക് ഡ്രഗ്സ്, ട്രാമ ബേസ്ഡ് ഹെപ്നോസിസ്, പേഴ്സണാലിറ്റി റിവൈവിംഗ്, ബ്ലാക്ക്മെയിൽ ടെക്നിക്സ് തുടങ്ങിയവ പരീക്ഷിച്ചു. അതിൽ FBI ചേർന്നു. ഒടുവിൽ അടുത്തത് താലിബാൻ. തുടക്കം US തന്നെ നേരിട്ട് സഹായിച്ചവരാണ്, അഫ്ഗാൻ മുജാഹിദീൻ്റെ മുൻഗാമികൾ. എന്നിട്ടും ടെറർ ബ്രാൻഡായി മാർക്കറ്റ് ചെയ്തു. ഇരട്ട ഗോപുരങ്ങൾ തകർക്കുന്നതിന് മുമ്പ് തന്നെ CIAക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു. ആബിൾ ഡേഞ്ചർ പ്രോഗ്രാം എന്ന ടെററിസ്റ്റ് പോസിബിലിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അമേരിക്ക അറിയും എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ ഡീറ്റെയിൽസ് CIA തന്നെ മറച്ചു വെച്ചു. പക്ഷേ ഇറാഖിൻ്റെ എണ്ണ വേണമെന്നതിൻ്റെ പൊളിറ്റിക്കൽ എക്സ്ക്യൂസായി ഇതുപയോഗിച്ചു. ഇറാഖിൽ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇല്ലായിരുന്നു, എന്നാൽ ഒരേ നരേറ്റീവ്, വി മസ്റ്റ് പ്രൊട്ടക്ട് ഫ്രീഡം. അടുത്തത് സാംസ്കാരിക ആയുധങ്ങളാണ്. അമേരിക്ക ഡസൻറ്റ് നീഡ് ഇൻവേഡ് യു, ഇറ്റ് ജസ്റ്റ് നീഡ് എൻ്റർടൈൻ യു. അമേരിക്കയുടെ ഏറ്റവും ഡേഞ്ചറസ് എക്സ്പോർട്ട് എന്താണ്? ടാങ്ക്സ് അല്ല, ഡ്രോൺസ് അല്ല. ഹോളിവുഡ്, പോൺഹബ്, നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മാർവൽ, സ്പോട്ടിഫൈ, റാപ്പ് കൾച്ചർ. ഇമോഷണൽ നമ്പിങ്, ഡോപാമിൻ ഹൈജാക്ക്, ഹൈപ്പർ സെക്സ്വലൈസ്ഡ് മാർക്കറ്റിംഗ്. അതാണ് ഗ്ലോബൽ യൂത്ത് സോംബിഫിക്കേഷൻ. ഹോളിവുഡ് നിരന്തരം മാസ് ഓഫ് കില്ലിംഗ് ഓക്കെയാണെന്ന് വരുത്തിയിരിക്കുന്നു. റിവെഞ്ച് ഈസ് സെക്സി, CIA ഈസ് കൂൾ, മിലിറ്ററി ഈസ് നെസസറി എന്നത് നോർമലൈസ് ചെയ്യുന്നു. പോൺ ഇൻഡസ്ട്രി അതൊരു മോറൽ വിൻഡോ അല്ല, ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് മെഷീനാണ്. അറ്റൻഷൻ ഓഫ് സ്പോൺ ഡിസ്ട്രോയ്ഡ്, റിലേഷൻഷിപ്പ് മീനിങ്ലെസ്, ഇൻഡിവിഡ്വൽ ഡിസിഷൻ മേക്കിംഗ് ഹൈജാക്കഡ്. ബിഗ് ഫാർമ ഇരട്ടി അപകടമാണ്. ഓക്സിക്കോസിൻ വളരെ ഡേഞ്ചറസ് പെയിൻ കില്ലേഴ്സ് പോലും വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് പൊളിപ്പിച്ചു. അതുകൊണ്ടാണ് US ഒപ്പിയോയിഡ് ക്രൈസിസ്, അതായത് മില്യൺ കണക്കിന് ആളുകൾ മരിച്ചു, ബില്യൺ കണക്കിന് പ്രോഫിറ്റ് നേടി. അമേരിക്കക്ക് കോളനികൾ ആവശ്യമില്ല, ലോകം മുഴുവൻ നേരിട്ട് ഇൻവെഷൻ ചെയ്യേണ്ടതില്ല, അവർക്കുള്ളത് സിസ്റ്റമാണ്. 800 മിലിറ്ററി ബേസ്ഡ് ഉള്ള രാജ്യമാണ് അമേരിക്ക. IMF, വേൾഡ് ബാങ്ക് ലോൺ നൽകുന്നത് കൊണ്ട് രാജ്യങ്ങൾ അവർക്ക് പലതും വിലക്ക് വെക്കേണ്ടി വരും, ഭരണഘടന മുതൽ പലതും. ഹ്യൂമൻ റൈറ്റ്സ് എന്ന എക്സ്ക്യൂസ് ഉപയോഗിച്ച് അവർ സിറിയൻ ഓയിൽ കീഴടക്കി, അഫ്ഗാൻ ലിഥിയം ക്യാപ്ചർ ചെയ്തു, ഇറാഖിൽ ഓയിൽ പ്രൈവറ്റൈസ് ചെയ്തു. പിന്നെ അത് അവരുടെ എല്ലാം നെറ്റ്ഫ്ലിക്സിൽ അവരുടേതായ നെറേറ്റീവ് കുത്തിവെച്ച് ഡോക്യുമെൻ്ററീസ്, സിനിമ ഇറക്കുന്നു. സഹായം എന്ന പേരിൽ സ്ഥിരത ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ഫോർമുല, ദ ക്ലാസിക് കൊളോണിയൽ ഡിസെപ്ഷൻ ഫോർമുല. അവസാനമായി എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ. നീ ഇപ്പോഴും ഇന്ത്യയിലാണെങ്കിൽ, പക്ഷേ നീ അമേരിക്കയുടെ കപടതയുടെ ഉള്ളിലാണ്. നിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ, നിൻ്റെ ഡോപാമിൻ അഡിക്റ്റാക്കുന്ന റീൽ, നെറ്റ്ഫ്ലിക്സിലെ സ്ക്രിപ്റ്റഡ് ട്രാജഡി, US യൂണിവേഴ്സിറ്റി സിലബസ്, ഇംഗ്ലീഷ് ബേസ്ഡ് ന്യൂസ് ഹെഡ്ലൈൻസ്, ഹോളിവുഡ് ട്രോപ്സ്, ഗ്ലോബൽ പ്രൈസിംഗ് സിസ്റ്റം, ഡിഫാൾട്ട് ഡോളർ ഇൻവോയ്സിംഗ്, ബ്രാൻഡഡ് ഫുഡ് ചെയിൻസ് എല്ലാം അമേരിക്കൻ അൽഗോരിതത്തിൽ നിന്ന് റൺ ചെയ്യുന്ന മൈൻഡ് കൺട്രോൾ സ്ട്രക്ചറാണ്. നീ തോന്നുന്നത് പോലെ ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നില്ല. നീ അമേരിക്കയുടെ എക്സ്പോർട്ടഡ് ഇല്യൂഷൻ ഓഫ് ചോയ്സിൽ
ഫേസ് ലോക്ക് ആയിരിക്കുന്നു.